നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. PSC ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ പ്രസ്താവന ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ ഇതിനകത്ത് കറണ്ട് അഫയേഴ്സ് ഉൾപ്പെടുന്നുണ്ട്, ജോഗ്രഫി ഉൾപ്പെടുന്നുണ്ട്, ഹിസ്റ്ററി ഉൾപ്പെടുന്നുണ്ട്, അങ്ങനെ കുറെ ടോപ്പിക്സ് ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. കേരളത്തിന്റെ ഔദ്യോഗിക ശലഭമാണ് ബുദ്ധമയൂരി. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കേരളത്തിൽ കാണപ്പെടുന്നവയിൽ ഏറ്റവും വലിയ ശലഭമാണ് ഗരുഡ ശലഭം. ശരിയായ പ്രസ്താവന. രത്നനീലി, നാട്ടുകോമാളി, തീച്ചിറകൻ, നീലക്കടുവ എന്നിവ കേരളത്തിൽ കാണപ്പെടുന്ന ചില പൂമ്പാറ്റകളാണ്. ശരിയാണ്. അപ്പോൾ ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. ഇവിടെ മൂന്നാമത്തെ പ്രസ്താവന എന്തുകൊണ്ട് തെറ്റിപ്പോയി? കേരളത്തിൽ കാണപ്പെടുന്നവയിൽ ഏറ്റവും ചെറിയ ശലഭം ഏതാ? രത്നനീലിയാണ്. രത്നനീലി ഇവിടെ തന്നിരിക്കുന്നത് നാരകക്കാളി എന്നാണ്. അത് തെറ്റ്. അപ്പൊ കേരളത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഔദ്യോഗികമായ വസ്തുതകൾ. കേരളത്തിന്റെ ഔദ്യോഗിക മൃഗം ഏതാ? ആന. ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ്? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് എന്നതാണ് ആനയുടെ ശാസ്ത്രീയ നാമം. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കരിമീനാണ്. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീന്റെ ശാസ്ത്രീയ നാമം എന്ത്? എട്രോപ്ലസ് സുരാൻഡൻസിസ് എന്നതാണ്. ഇനി കേരളത്തിന്റെ സംസ്ഥാന ശലഭം ഏതാണെന്ന് ചോദിച്ചാൽ ബുദ്ധമയൂരിയാണ്. ബുദ്ധമയൂരിയുടെ ശാസ്ത്രീയ നാമം എന്ത്? പാപ്പിലിയോ ബുദ്ധ. പാപ്പിലിയോ ബുദ്ധ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം ഏതാണ്? കണിക്കൊന്ന. കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്ത്? കാസിയ ഫിസ്റ്റുല. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. മഴമുഴക്കി വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമം ബ്യൂസെറിസ് ബൈകോർണിസ് എന്നതാണ്. കേരളത്തിന്റെ ഔദ്യോഗിക ഫലം ഏതാ? ചക്ക. ചക്കയുടെ ശാസ്ത്രീയ നാമം ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ് എന്നതാണ്. കേരളത്തിന്റെ ഔദ്യോഗിക തവളയാണ് പാതാള തവള അഥവാ പർപ്പിൾ ഫ്രോഗ്. ഓക്കെ, ഇനി കേരളത്തിന്റെ ഔദ്യോഗിക വൃക്ഷം ഏതാണെന്ന് ചോദിച്ചാൽ തെങ്ങാണ്. തെങ്ങിന്റെ ശാസ്ത്രീയ നാമം എന്താണ്? കോക്കസ് ന്യൂസിഫെറ. കോക്കസ് ന്യൂസിഫെറ. അടുത്ത ചോദ്യം, 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത് ആര്? ജ്ഞാനേഷ് കുമാർ ആണ് 26ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി ചുമതലയേറ്റത്. ഇതിനു മുന്നേ 25ാമത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? രാജീവ് കുമാർ ആയിരുന്നു. രാജീവ് കുമാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാ? അനുച്ഛേദം 324 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1950 ജനുവരി മാസം 25. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ അനുച്ഛേദങ്ങൾ എവിടെ മുതൽ എവിടം വരെ? 324 മുതൽ 329 വരെയാണ്. 2011 മുതൽ ജനുവരി 25 ദേശീയ സമ്മതിദായക ദിനമായി ആഘോഷിക്കുന്നു. അപ്പൊ നാഷണൽ വോട്ടേഴ്സ് ഡേ എന്ന ജനുവരി 25 ആണ്. അപ്പൊ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിൽ ഇനി വരാനിരിക്കുന്ന സെക്രട്ടേറിയറ്റ് OA മെയ് 21 പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത്. സെക്രട്ടേറിയറ്റ് OA അതുപോലെ ലാബ് അസിസ്റ്റന്റ് ജൂൺ 21 പരീക്ഷ. ഈ 2 പരീക്ഷകൾക്കും വേണ്ടി 50 ഡേയ്സ് റിവിഷൻ സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ ഒരു പുതിയ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എല്ലാ ദിവസവും സിലബസ് ബേസ്ഡ് ആയിട്ട് ഞാൻ പഠിക്കാൻ പോർഷൻസ് തരും കേട്ടോ. ടൈം ടേബിൾ 50 ദിവസത്തെ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ Day 1 Day 2 ആയിട്ട് പോർഷൻസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതിൽ ഓരോ ദിവസം എല്ലാ ദിവസവും പരീക്ഷയുണ്ട്. രാത്രി 10 മണിക്ക്. രാത്രി 10 മണി തൊട്ട് PSC നടത്തുന്ന അതേ പാറ്റേണിൽ നെഗറ്റീവ് ഉൾപ്പെടെ കൂടുതലും പ്രസ്താവന രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ ടൈം ടേബിളിൽ ഞാൻ കറണ്ട് അഫയേഴ്സ് എല്ലാ പോർഷൻസും കറണ്ട് അഫയേഴ്സ് അതുപോലെ SCERT ഫുൾ സിലബസ് കവറേജ് എല്ലാം ഉൾപ്പെടുത്തിയാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഫുൾ റിവിഷൻ ആണ് നിങ്ങൾക്ക് അവിടെ നടത്താൻ പറ്റുന്നത്. ഈ ലാസ്റ്റ് മിനിറ്റ് ഇനി പുതിയ പുതിയ പോർഷൻസ് പഠിക്കുകയല്ല, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ആയിട്ട് റിവൈസ് ചെയ്ത് പരീക്ഷകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിനുവേണ്ടി നമ്മുടെ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോളൂ. വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. ഇത്രയും പരീക്ഷകൾ എഴുതിയ ആ ഒരു എക്സ്പീരിയൻസിലായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്നത്? പരീക്ഷാ ഹാളിൽ നിങ്ങളുടെ മെയിൻ പരീക്ഷ എഴുതാൻ പോകുന്നത്. അപ്പൊ സെക്രട്ടേറിയറ്റ് OA ലാബ് അസിസ്റ്റന്റിന് വേണ്ടി മാത്രമല്ല, ഇനി വരാനിരിക്കുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാനു വേണ്ടി,
ഫയർമാൻ, ഫയർ വുമൺ, സ്പെഷ്യൽ ടോപ്പിക്സ് ഉൾപ്പെടെ ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. അതുപോലെ ജനറൽ PSC ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. 10th പ്രിലിംസ് 2025 വേണ്ടിയിട്ട് ബാച്ച് കോഴ്സ് റണ്ണിംഗ് ആണ്. എല്ലാത്തിലും അഡ്മിഷൻ ഓപ്പൺ ആണ്. ഇനി വരാനിരിക്കുന്ന ഏറ്റവും കൂടുതൽ വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഉള്ള കമ്പനി LGS, ഡിഗ്രിക്കാർക്ക് പോലും എഴുതാൻ സാധിക്കുന്ന കമ്പനി LGSന് വേണ്ടി 90 days സ്റ്റഡി പ്ലാൻ ഉൾപ്പെടെ ഞാൻ ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ബെക്കോ LD, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഇതിന് വേണ്ടിയിട്ടൊക്കെ ബാച്ച് കോഴ്സ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. VFA ഒക്കെ പ്രിലിംസ് ആൻഡ് മെയിൻസ് ഇൻക്ലൂഡഡ് ബാച്ച് കോഴ്സ് ആണ്. ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ ക്ലാസ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ഡയറക്ട്ലി ചോദിക്കാനുള്ള ഓപ്ഷനും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ കോഴ്സുകളിൽ ഫുൾ സിലബസ് കവറേജ്, പുതിയ SCERT, പഴയ SCERT, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള NCERT ക്ലാസ്സുകൾ, ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, ഡീറ്റെയിൽ ആയിട്ട് തന്നെ കറണ്ട് അഫയേഴ്സ് കിട്ടും. PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, ഹർഷിതം സ്പെഷ്യൽ ഷോർട്ട് GK എല്ലാം ആപ്പിൽ അവൈലബിൾ ആണ്. എല്ലാ കോഴ്സുകളിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജുടെക് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ആപ്പ് പ്ലേ സ്റ്റോറിലും കിട്ടും, നിങ്ങൾക്ക് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും അവൈലബിൾ ആയിരിക്കും. കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടറിലേക്കും കിട്ടും കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. നേത്രവൈകല്യവുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തത് ഏതൊക്കെയാണ്? ആദ്യത്തെ പ്രസ്താവന, ഹ്രസ്വദൃഷ്ടിയുള്ളവരിൽ പ്രതിബിംബം റെറ്റിനയ്ക്ക് മുൻപിൽ പതിക്കുന്നു. ശരിയാണ്. അസ്റ്റിഗ്മാറ്റിസം പരിഹരിക്കുന്നതിന് സിലിണ്ട്രിക്കൽ ലെൻസ് ഉപയോഗിക്കുന്നു. ശരിയാണ്. വർണ്ണാന്തത നിർണയിക്കുന്നത് ഇഷിഹാര ടെസ്റ്റിലൂടെ. ശരിയാണ്. ഈ 3 പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നതാണ് ദീർഘദൃഷ്ടിക്ക് കാരണം. അല്ല, നീളം കുറയുന്നതാണ് കാരണം. അപ്പോൾ നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതാണ് ദീർഘദൃഷ്ടിക്ക് കാരണം. ദീർഘദൃഷ്ടിയുള്ളവരിൽ വസ്തുക്കളുടെ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ്? റെറ്റിനയ്ക്ക് പുറകിലാണ്. റെറ്റിനയ്ക്ക് പുറകിൽ. എന്താണ് ദീർഘദൃഷ്ടി അഥവാ ഹൈപ്പർമെട്രോപ്പിയ എന്നാൽ? അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്തതുമായ അവസ്ഥയാണ് ദീർഘദൃഷ്ടി. ഹ്രസ്വദൃഷ്ടി അഥവാ മയോപ്പിയ എന്നാൽ എന്ത്? അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ കഴിയുകയും അകലെയുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്തതുമായ അവസ്ഥയാണ് മയോപ്പിയ അഥവാ ഹ്രസ്വദൃഷ്ടി. ഹ്രസ്വദൃഷ്ടിക്ക് കാരണം എന്താണ്? നേത്രഗോളത്തിന്റെ നീളം വർദ്ധിക്കുന്നതാണ്. ഏതിന് കാരണം? ഹ്രസ്വദൃഷ്ടിക്ക് കാരണം. ഹ്രസ്വദൃഷ്ടി ഉള്ളവരിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ്? റെറ്റിനയ്ക്ക് മുൻപിലാണ്. റെറ്റിനയ്ക്ക് മുൻപിൽ. കണ്ണുനീരിൽ കാണപ്പെടുന്ന ലോഹം ഏതാണെന്ന് PSC എപ്പോഴും ചോദിക്കാറുണ്ട്. സിങ്ക് ആണ് കണ്ണുനീരിൽ കാണപ്പെടുന്ന ലോഹം. രോഗാണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ള കണ്ണുനീരിൽ അടങ്ങിയ എൻസൈമിന്റെ പേരെന്താ? ലൈസോസൈം. ലൈസോസൈം. ഇനി എന്താണ് സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ? കണ്ണിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവാണ് സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ. അപ്പൊ കണ്ണിൽ നിന്നും വസ്തുവിലേക്കുള്ള അകലത്തിനനുസരിച്ച് ലെൻസിന്റെ വക്രതയിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഫോക്കൽ ദൂരം ക്രമീകരിക്കാനുള്ള കണ്ണിന്റെ കഴിവാണ് സമഞ്ജനക്ഷമത അഥവാ പവർ ഓഫ് അക്കോമഡേഷൻ. ഇനി എന്താണ് വീക്ഷണ സ്ഥിരത അഥവാ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്നാൽ? ഒരു വസ്തു ജനിപ്പിക്കുന്ന ദൃശ്യാനുഭവം 1/16 സെക്കൻഡ് സമയത്തേക്ക് കണ്ണിൽ തന്നെ തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത അഥവാ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ എന്ന് ഓർക്കുക. ഇനി വിഷമ ദൃഷ്ടി, അതാണ് ഇവിടെ അസ്റ്റിഗ്മാറ്റിസം എന്ന് കൊടുത്തിരിക്കുന്നത്. എന്താണ് വിഷമ ദൃഷ്ടി? നേത്ര ലെൻസിന്റെ വക്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് ഇത് വിഷമ ദൃഷ്ടി അഥവാ അസ്റ്റിഗ്മാറ്റിസം. അടുത്ത ചോദ്യം നോക്കിയാലോ. ചുവടെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ജലത്തിന് സാന്ദ്രത കൂടുതലും വ്യാപ്തം കുറവും അനുഭവപ്പെടുന്ന താപനിലയാണ് 4 ഡിഗ്രി സെൽഷ്യസ്. ശരിയായ പ്രസ്താവനയാണ്. ജലത്തിന്റെ സ്ഥിര കാഠിന്യത്തിന് കാരണം കാൽഷ്യം സൾഫേറ്റ്. ശരിയാണ്. വസ്ത്രം അലക്കുമ്പോൾ അഴുക്കിളകുന്നത് സോപ്പ് വെള്ളത്തിന്റെ പ്രതലബലം കുറവായതിനാലാണ്. ശരി. അന്തരീക്ഷ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം
മനുഷ്യ ശരീരത്തെ പെട്ടെന്ന് ബാധിക്കാത്തത് ജലത്തിന്റെ വിശിഷ്ട താപധാരിതയുടെ ഫലമായിട്ടാണ്. അപ്പൊ ഈ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. എന്താണ് താപധാരിത അഥവാ ഹീറ്റ് കപ്പാസിറ്റി? ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ വർദ്ധിപ്പിക്കാൻ ആവശ്യമായ താപം ആണ് താപധാരിത അഥവാ ഹീറ്റ് കപ്പാസിറ്റി. അതിന്റെ യൂണിറ്റ് ജൂൾ പെർ കെൽവിൻ ആണ്. ഇനി വിശിഷ്ട താപധാരിത എന്നാൽ 1 കിലോഗ്രാം മാസുള്ള പദാർത്ഥം. അവിടെ 1 കിലോഗ്രാം എന്ന് പറഞ്ഞിട്ടില്ല ഏതില്? താപധാരിതയില്. വിശിഷ്ട താപധാരിതയാകുമ്പോൾ 1 കിലോഗ്രാം മാസുള്ള ഒരു പദാർത്ഥത്തിന്റെ താപനില 1 കെൽവിൻ ഉയർത്താൻ ആവശ്യമായ താപമാണ് വിശിഷ്ട താപധാരിത അഥവാ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ഇവിടെ കിലോഗ്രാമും കൂടെ ഉള്ളത് കൊണ്ട് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ഈ വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ഏതാണെന്ന് ചോദിച്ചാൽ ജലമാണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം. ജലത്തിന്റെ വിശിഷ്ട താപധാരിത എത്രയാണ്? 4200 ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും ഏത് പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 9ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന്റെ ലക്ഷ്യമാണ് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവും. ഇതാരാണ്? സഹോദരൻ അയ്യപ്പനാണ്. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ സഹോദരൻ അയ്യപ്പനുമായി ബന്ധപ്പെട്ടത് ഏതൊക്കെ പ്രസ്താവനകളാണെന്ന് നോക്കാം. ശ്രീനാരായണ സേവിക സമാജത്തിന്റെ സ്ഥാപകൻ ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ശരി. 1928 കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. ശരിയാണ്. അടുത്ത പ്രസ്താവന ബ്രഹ്മസമാജത്തിന്റെ കേരളത്തിലെ നേതാവും പ്രചാരകനും. അത് അയ്യത്താൻ ഗോപാലനാണ്. തെറ്റ്. സമപന്തി ഭോജനം നടത്തി അയിത്ത വ്യവസ്ഥയെ വെല്ലുവിളിച്ചു. സഹോദരൻ അയ്യപ്പൻ നടത്തിയത് മിശ്ര ഭോജനമാണ്. തെറ്റ്. അപ്പൊ ഈ 2 പ്രസ്താവനകൾ തെറ്റ്. 1ഉം 2ഉം മാത്രമേ ശരിയായിട്ടുള്ളേ. അടുത്ത ചോദ്യം നോക്കിയാലോ. ചോദ്യം, ബെയ്ട്ടൺ കപ്പ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായി ബന്ധപ്പെട്ടതാണ് ബെയ്ട്ടൺ കപ്പ്. നാസയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകളെ പറ്റി പുതിയതായി പഠിക്കാൻ നടത്തുന്ന പരീക്ഷണമാണ് ഗിയേഴ്സ്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഗിയേഴ്സ് എന്ന പരീക്ഷണം എന്തിനു വേണ്ടിയിട്ടാണ്? നാസയുടെ നേതൃത്വത്തിലുള്ള പരീക്ഷണമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ആന്റിബയോട്ടിക് പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകളെ പറ്റി പുതിയതായി പഠിക്കാൻ നടത്തുന്ന പരീക്ഷണമാണ് ഏത്? ഗിയേഴ്സ് എന്നത്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെ? 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആദ്യത്തേത്, ടി കൃഷ്ണമാചാരി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ എന്നിവർ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങളായിരുന്നു. ശരി. ഇന്ത്യൻ ഭരണഘടനയിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ തത്വങ്ങൾ കടം കൊണ്ടിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്. ശരിയാണ്. ഫ്രാൻസിൽ നിന്നും കടമെടുത്ത തത്വങ്ങളാണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നത്. സംവരണം പോലുള്ള നയങ്ങളെ സമത്വ അവകാശത്തിന്റെ ലംഘനമായി കാണാൻ കഴിയില്ലെന്ന് വ്യക്തമാക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 16(4). ശരി. ഒരു സമൂഹം എന്ന നിലയിൽ നാം സ്വീകരിക്കേണ്ട ഉദ്ദേശ ലക്ഷ്യങ്ങൾ, മൗലിക അവകാശത്തിന് പുറമെ വ്യക്തികൾ അനുഭവിക്കേണ്ടതായ ചില അവകാശങ്ങൾ, ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതായ ചില നയങ്ങൾ എന്നിവ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ്. ശരി. അപ്പൊ ഈ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ ദേശീയ നേതാക്കൾ സ്വാതന്ത്ര്യാനന്തരം തദ്ദേശീയമായ വിദ്യാഭ്യാസ നയം വളർത്തിയെടുക്കുന്നതിന് ശ്രമിച്ചു. ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റല്ലാത്തത് ഏതൊക്കെ? അതായത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ാമത്തെ പ്രസ്താവന ശരി. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിനും യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ രൂപീകരിക്കുന്നതിനും ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷനാണ്. 1986 ദേശീയ വിദ്യാഭ്യാസ നയം രൂപീകരിച്ചു. ശരി. ഓരോ ജില്ലയിലും നവോദയ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രോത്സാഹനം നൽകുക തുടങ്ങിയവ 1986 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നിർദ്ദേശങ്ങളാണ്. ഇത് 3ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ഈ ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആരാ? ഡോക്ടർ DS കോത്താരിയാണ്. ഈ വാചകം പറഞ്ഞതാര്? എപ്പോഴും PSC ചോദിക്കാറുണ്ട്. SCRT ഫാക്ട് കൂടിയാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ഇന്ത്യയുടെ ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞതാരാ? ഡോക്ടർ DS കോത്താരിയാണ്. ഡോക്ടർ DS കോത്താരി. വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ്
1979 ഒരു സ്ഥാപനം രൂപീകരിച്ചു. ആ സ്ഥാപനമാണ് സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്. സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ് എന്നത് 1979 കേന്ദ്ര സാംസ്കാരിക വകുപ്പ് രൂപീകരിച്ച സ്ഥാപനമാണ്. എന്താണ് ലക്ഷ്യം? വിദ്യാഭ്യാസത്തെ സംസ്കാരവുമായി ബന്ധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അടുത്ത ചോദ്യം, ചുവടെ പറയുന്നവയിൽ ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 4A ഉൾപ്പെടുത്തിയത്? സ്വരൺ സിംഗ് കമ്മിറ്റി. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഭാഗം 4A ഉൾപ്പെടുത്തിയത്. ഭൂമിയുടെ സവിശേഷതകളുമായി ബന്ധപ്പെട്ട ചുവടെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. അതിൽ ശരിയായവ ഏതൊക്കെ? ഉഷ്ണമേഖലകളിൽ താപനിലയും ബാഷ്പീകരണ തോതും കൂടുതലായിരിക്കും. ശരിയാണ്. ഭൗമ ഉപരിതലത്തിൽ ഉയരം കൂടുന്തോറും ജലബാഷ്പത്തിന്റെ അളവ് കുറഞ്ഞു വരുന്നു. ശരിയാണ്. ഭൂഖണ്ഡങ്ങൾക്ക് താഴെയുള്ള ഭൂവൽക്കത്തെ സിയാൽ എന്നും സമുദ്രവൽക്കത്തെ എന്തെന്നും വിളിക്കുന്നു? സിമ എന്നും വിളിക്കുന്നു. ശരി. ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിമേഖലയും ചേർന്നതാണ് ഏത്? ലിത്തോസ്ഫിയർ. അപ്പൊ ഇത് തന്നിരിക്കുന്നതെല്ലാം ശരിയാണ്. ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്? ഓസോൺ പാളിയാണ്. ക്ലോറോഫ്ലൂറോ കാർബൺ സംയുക്തങ്ങളാണ് അന്തരീക്ഷത്തിലെ ഓസോൺ പാളിയിൽ സുഷിരങ്ങൾ ഉണ്ടാക്കുന്നത്. ഈ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതാണെന്ന് നോക്കിക്കോണേ. ആദ്യത്തെ പ്രസ്താവന, ഓസോൺ പാളിയുടെ സംരക്ഷണത്തിനായി 1994 സെപ്റ്റംബർ 16 കാനഡയിലെ മോൺട്രിയയിൽ ഉടമ്പടി ഒപ്പുവെച്ചു. ആ പ്രസ്താവന തെറ്റാണ്. മോൺട്രിയൽ പ്രോട്ടോകോൾ സെപ്റ്റംബർ 16, 1987 സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നത്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1994 മുതൽ ഐക്യരാഷ്ട്ര സംഘടന ഓസോൺ ദിനം ആചരിച്ചു തുടങ്ങി. അതും ശരിയാണ്. അപ്പൊ 2ഉം 3ഉം ശരി. ആദ്യത്തെ ഈ ഡേറ്റ് തെറ്റാണ്. 1994 അല്ല, 1987 സെപ്റ്റംബർ 16 ആണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ. ഇന്ത്യയിലെ കാർഷിക വിളകളിൽ ചിലത് ചുവടെ ചേർക്കുന്നു. ഒറ്റയാനെ കണ്ടെത്തുക. കുരുമുളക് സുഗന്ധദ്രവ്യമാണ്. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഏത്? അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശകളിൽ ഉൾപ്പെടാത്തത് ഗ്രാമപഞ്ചായത്തുകളിൽ പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് സമിതികളിലേക്കും ജില്ലാ പരിഷത്തിലേക്കും പരോക്ഷ തെരഞ്ഞെടുപ്പ്. തെറ്റാണ്. ജില്ലാ പരിഷത്തിന്റെ ചെയർമാൻ ജില്ലാ കളക്ടർ. അത് 2 ശുപാർശയല്ലേ? അത് 2 ശുപാർശയാണ്. ത്രിതല പഞ്ചായത്തിന് പകരം ദ്വിതല പഞ്ചായത്ത്. അത് അശോക് മേത്ത കമ്മിറ്റിയുടെ ശുപാർശയായിരുന്നു. സ്വന്തം സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താൻ പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങൾക്ക് നികുതി പിരിവിനായി നിർബന്ധിത അധികാരങ്ങൾ നൽകണം. ഇത് 2 ശുപാർശകളാണ്. ഓക്കെ. അടുത്ത ചോദ്യം, ചുവടെ പറയുന്ന പ്രസ്താവനകളിൽ നിന്നും വ്യക്തിയെ കണ്ടെത്തുക. ഇവിടെ 3 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. 1984 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചു. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ള 2ാമത് നൊബേൽ സമ്മാന ജേതാവ്. 1980കളിൽ വർണ്ണ വിവേചനത്തിനെതിരെയുള്ള പോരാട്ടത്തിലൂടെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റി. ഡെസ്മണ്ട് ടുട്ടുവിനെ കുറിച്ചാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഡെസ്മണ്ട് ടുട്ടു. ഓക്കെ. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ PSC ബുള്ളറ്റിനിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ വിട്ടുകളയരുത്. കാരണം നമ്മുടെ PSC പരീക്ഷകളിൽ പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ തന്നെ ഈ PSC ബുള്ളറ്റിൻ പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് അധികം ആരും ശ്രദ്ധിച്ചു വിട്ടില്ല. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ PSC പരീക്ഷകളിൽ തന്നെ ഈ പ്രസ്താവനാ രീതിയിലുള്ള ചോദ്യങ്ങൾ വന്നു തുടങ്ങി. അപ്പൊ അതിനുള്ളൊരു സൂചനയാണ് ഈ PSC ബുള്ളറ്റിനിൽ അന്ന് അവർ തന്നിരുന്നത്. അതുകൊണ്ട് തന്നെ PSC ബുള്ളറ്റിനായാലും നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന ഒരറിവും നിങ്ങൾ പാഴാക്കി കളയരുത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഹർഷിതം എഡ്യൂടെക് ആപ്പിലും ഞാൻ ക്ലാസ്സുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാം വേണ്ട കാര്യങ്ങൾ മാത്രം വലിച്ചു വാരി പഠിപ്പിക്കാതെ PSC പരീക്ഷകളിൽ ചോദിക്കുന്ന പോയിന്റ്സിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് പഠിച്ചിട്ടും ജോലി കിട്ടുന്നില്ല, നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പഠിക്കുന്നു. അപ്പൊ ആവശ്യമുള്ള കാര്യങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതിനുവേണ്ടി ആപ്പിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ ഇപ്പോൾ എല്ലാ കോഴ്സുകളും നിങ്ങൾക്ക് ലഭ്യമായിരിക്കും. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഫസ്റ്റ് കമന്റിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഉണ്ടായിരിക്കും. പ്ലേ സ്റ്റോറിൽ ഹർഷിതം എഡ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.